കേരളത്തിൽ യാതൊന്നും ഈ ബഡ്ജറ്റിലില്ല. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ്റോ ധനകാര്യമന്ത്രിയോ ഓർത്തില്ല എന്നതാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. സമ്പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഒരു ഗവൺമെൻറ്റുകളും കാണിക്കാത്ത തരത്തിലുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി UDFും അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതിപ്പോൾ കോടതി പല കമൻറ്റുകളും പറഞ്ഞു കാണും. അല്ല, ഞാൻ ഞാൻ ഈ കൊണ്ടുവന്ന ഒരു കാര്യത്തിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കമൻറ്റും പറഞ്ഞിട്ടില്ല. ക്യാമറയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഞാനാണ് ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവ് ഞാനും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ആ കേസ് തള്ളി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പം കേരളത്തിൽ ഒരു ക്യാമറയും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള കാര്യം അറിയാമോ? പണ്ട് ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് നിങ്ങൾ ആരും അത് പരിശോധിച്ചിട്ടില്ല. പിന്നീട് ഒരു ക്യാമറ ഇവിടെ പ്രവർത്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നടന്നത് തെറ്റാണെന്നും അഴിമതിയാണെന്നും ഇപ്പം ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. അത് സത്യമാണ്. ഇപ്പം നിങ്ങൾ പരിശോധിച്ച് നോക്കുക. പണ്ടൊക്കെ നമുക്ക് ഇത് വരുമായിരുന്നു, നോട്ടീസ് വരുമായിരുന്നു സ്പീഡ് കൂടി പോയാൽ. ഇപ്പോൾ ആർക്കെങ്കിലും നോട്ടീസ് വരുന്നുണ്ടോ? ആർക്കും വരുന്നില്ല. അപ്പോൾ ക്യാമറയുമായി നമ്മൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്ന് വന്നു. അപ്പം നമ്മൾ പറയുന്ന കാര്യം, ഞാൻ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഉന്നയിച്ചത്. സ്പീക്കർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പം അന്ന് കോടതി പോകുമ്പോൾ ചിലപ്പോൾ കോടതി ചില കമൻറ്റൊക്കെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ നമ്മൾ ഉന്നയിച്ചത് വസ്തുതാപരമായ കാര്യമാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. അല്ല, അതെന്താണെന്ന് എനിക്ക് പരിശോധിക്കാറിയാം. ക്യാമറയുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് അത് പ്രവർത്തിക്കുന്ന പോലുമില്ല. ഒരു സ്ഥലത്തും ആളുകൾക്ക് നോട്ടീസ് കിട്ടുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അത് തന്നെ നമ്മൾ ഉന്നയിച്ചത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് MP-മാർ പാർലമെൻറ്റിനകത്ത് കേരളത്തിനോടുള്ള കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ സമരം നടത്തുകയാണ്. ഈ ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ നമ്മളുടെ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന അവഗണന ശക്തമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് ഉയർത്തിപ്പിടിച്ച കാര്യമാണ്. കേരളത്തിൽ യാതൊന്നും ഈ ബഡ്ജറ്റിലില്ല. കേരളം എന്നൊരു സംസ്ഥാനം ഉണ്ടോ എന്ന് പോലും കേന്ദ്ര ഗവൺമെൻറ്റോ ധനകാര്യമന്ത്രിയോ ഓർത്തില്ല എന്നതാണ് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. സമ്പൂർണ്ണമായ അവഗണനയാണ് കേരളത്തോട് കാണിച്ചിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും ഒരു ഗവൺമെൻറ്റുകളും കാണിക്കാത്ത തരത്തിലുള്ള അവഗണനയാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി UDFും അതിനെതിരായിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് നമ്മൾ ആലോചിക്കും. നമ്മൾ കൂടി അല്ലല്ല, കോഴിക്കോട് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് BJP അധ്യക്ഷൻ്റെ വാദം ശരിയല്ല. നമ്മൾ ഗവൺമെൻറ് തന്നെ കോഴിക്കോടാണ് കിനാലൂർ എസ്റ്റേറ്റിൽ സ്ഥലം കണ്ടെത്തിയതാണ്. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാത്തതാണ്. ലഡു അവസാനം ആർക്കും കൊടുക്കാതെ കൊണ്ടുപോയി എന്നാണ് അറിഞ്ഞത്. അല്ല, കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് കടുത്ത അനീതിയാണ് കാട്ടിയത്. ഒരു കൺസിഡറേഷനും കേരളത്തോട് കാട്ടിയില്ല. കേരളത്തിന് അനുവദിച്ചു തരാൻ കഴിയുന്ന ഇപ്പം റെയിൽവേ ഇടനാഴി കേരളത്തിന് വേണമെങ്കിൽ തരാവുന്നതാണ് അല്ലേ? വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ കേന്ദ്ര റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരിടത്തും കേരളത്തിന് യാതൊരു വിധത്തിലുള്ള
പിന്നെ വാർഡിലൊന്നും കിട്ടുമെന്ന് കേന്ദ്ര ബഡ്ജറ്റിൽ വാർഡിലാണ്. കേന്ദ്ര ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഞാനും പാർലമെൻറ്റ് 4-5 തവണ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന ആളാണ്. ഓരോ വാർഡിലും ജില്ലയ്ക്കും ഒന്നും കേന്ദ്ര ബഡ്ജറ്റിൽ കിട്ടും. ഏതാ അവർക്ക് ഈ കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി ഒന്നും ധാരണയില്ലാത്തത് കൊണ്ടാണ്. കേന്ദ്രമന്ത്രി കേരളത്തിൽ നിന്നുള്ള 2 കേന്ദ്രമന്ത്രിമാരുണ്ട്. 2 പേരും വാ തുറക്കുന്നില്ല. അപ്പോൾ സത്യം എന്താണെന്ന് ഞാൻ കൂടെ പറയുന്നില്ല. ഒരാൾ പറഞ്ഞത് നാട്ടിൽ വരുമ്പോൾ പറയാമെന്ന്. ഇനി എന്താണ് ഈ നാട്ടിൽ വരുന്നതെന്ന് അറിയില്ല. ആണല്ലേ? അതെവിടെയാ? പി വി അൻവർ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചതാണ്. പി വി അൻവർ ബേപ്പൂരിൽ നിൽക്കുമെന്നുള്ളത് ഞങ്ങളെല്ലാവരും കൂടെ പൊതുവായി അംഗീകരിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്തിറങ്ങുന്നതിൽ തെറ്റില്ല. ബേപ്പൂർ അദ്ദേഹം ജയിക്കാൻ പോവാണ്. ഒരു സംശയവും വേണ്ട. പി വി അൻവർ ബേപ്പൂരിലെ MLA ആയിരിക്കും. ജനങ്ങൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത്. അല്ല, അതിനെപ്പറ്റി തീരുമാനമായിട്ടില്ല. അതെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിയാണ്. ആരെല്ലാം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള കാര്യം അന്തിമമായി തീരുമാനിക്കേണ്ടത് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ്. ഇതുവരെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർണ്ണമായിട്ടില്ല. ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിസ്മയകരമായ കാര്യങ്ങളല്ലേ ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ ഞെട്ടുന്ന കാര്യങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്.